വയനാട് പച്ചിലക്കാട് പടിക്കം വയലിലാണ് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ സംസാരിച്ചപ്പോൾ ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്. ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ ആ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡ്രോണിലൂടെ പതിഞ്ഞ കടുവയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ WL 112 എന്ന കടുവയാണ് ജനവാസ മേഖലയിലുള്ളത്. കടുവയ്ക്കായുള്ള തിരച്ചിലിന് വേണ്ടിയിട്ട് മുത്തങ്ങയിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുങ്കി ആനകളെയും എത്തിക്കുമെന്നുള്ള വിവരമുണ്ട്. പനമരം പഞ്ചായത്തുകളിലെ 10 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. പ്രദേശവാസികൾ ഉൾപ്പെടെ വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. കേൾക്കാം. രാത്രി എല്ലാവരും വൈദ്യയിലാണ്. എന്താ വെച്ചാൽ ആരും ഉറങ്ങിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അന്നേരം ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ വിളിക്കണം പറഞ്ഞിട്ടുള്ള ഇതിനൊന്നും പേടിയിലാണ് എല്ലാവരും ഉള്ളത്. ഇന്ന സ്ഥലത്തെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താക്കി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് കൂടെ പോയിട്ട് ആ വാഴയിൽ നോക്കിയപ്പോഴാണ് കാൽപ്പാട് കണ്ടപ്പോഴാണ് ഇതിങ്ങനെ വലിയ കാൽപ്പാടായപ്പോൾ നമുക്ക് ഇത് ഒരു പന്തിയേട് തോന്നിയപ്പോൾ നമ്മൾ കൂട്ടുകാരനുണ്ട് റിയാസ് പറഞ്ഞ പോലീസുകാരൻ, അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഫോറസ്റ്റുകാരടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ വന്നതും. ഇത് വന്ന് അവർ കണ്ടപ്പോൾ രാത്രി അവർ റോന്ത് ചുറ്റിയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഫോറസ്റ്റുകാർ. ഏറ്റവും പുതിയ വിവരങ്ങൾ ആ പ്രദേശത്ത് നിന്ന് തന്നെ കമൽ നമുക്ക് നൽകും. കമൽ, ഇതിപ്പോൾ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണോ പുരോഗമിക്കുന്നത്? ഒന്ന്, വനപ്രദേശത്തോട് അത്ര ചേർന്ന് നിൽക്കുന്ന പ്രദേശമൊന്നുമില്ല, അത്രത്തോളം വലിയ ജനവാസ മേഖലയാണ്. അവിടേക്കാണ് കുങ്കിയാനകളൊക്കെ എത്തുന്നത്. അപ്പോൾ ഏത് വിധത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? പൂജ, ഇന്നത്തെ തെരച്ചിൽ വനം വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. 3 റേഞ്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ RR ടീം അതുപോലെ മറ്റ് സ്റ്റാഫും ഒക്കെ രാവിലെ തന്നെ സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കും. ഇന്നലെ വൈകിട്ട് ഡ്രോണിൽ ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം പിന്നീട് കടുവയുടെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല. ഇനി കാൽപ്പാടുകളൊക്കെ നോക്കി കടുവ എങ്ങോട്ടാണ് പോയത് എന്ന് ട്രാക്ക് ചെയ്യേണ്ടി വരും. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത് കടുവയുടെ ഇന്നലെ ലഭിച്ച ദൃശ്യങ്ങളും ഫോട്ടോയും വെച്ച് കടുവയുടെ ID തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിലെ WL 112 എന്ന കടുവയാണ്. ഇത് 5 വയസ്സോളം പ്രായമുള്ള ആൺകടുവയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, പരിക്കെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ എന്തായാലും പ്രായക്കൂടുതലുള്ള കടുവയല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങിയതാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ കടുവ തിരിച്ച് കാട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് വനംവകുപ്പ് കാണുന്നത്. എന്തായാലും അതിൻ്റെ കാൽപ്പാടുകളൊക്കെ വെച്ച് അതിനെ ട്രാക്ക് ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക്, വനമുള്ള ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്തായാലും 2 കുങ്കിയാനകളെ കൂടി ഈ ഓപ്പറേഷന്റെ ഭാഗമായി എത്തിക്കുന്നുണ്ട്. ഇത്തരം ഓപ്പറേഷനുകളിലൊക്കെ മുൻപ് പങ്കെടുത്തിട്ടുള്ള വിക്രം ഭരത് എന്നീ കുങ്കിയാനകളാണ് മുത്തങ്ങയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ 2 പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള 10 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BNS 162 അനുസരിച്ച് ആളുകൾ കൂട്ടം കൂടുന്നതും അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. നിലവിൽ ഉച്ചവരെയാണ് നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അവിടെ തിരച്ചിൽ തുടരുകയാണ്. ജനങ്ങളുടെയൊക്കെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒന്നും ആരും ഉറങ്ങിയിട്ടില്ല. കാരണം കന്നുകാലികളൊക്കെ പുറത്തുള്ളതാണ്. പിന്നെ പട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ രാവിലെ 5:30 മണിയാകുമ്പോൾ മദ്രസയിലേക്ക് ഇവിടുന്ന് മക്കൾ നടന്നു പോകുന്ന ഇന്ന് അവധി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഉന്നതിയിലുള്ള മക്കൾ കംപ്ലീറ്റ് രാവിലെ 6 മണിയാകുമ്പോൾ ഒക്കെ പുറത്തേക്കാണ് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ പേടിയുണ്ട്. ഇന്നലെ അത് മെഞ്ഞാന്ന് കണ്ടതും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ്. കാരണം അവൻ അതിൻ്റെ അടുത്തെത്തിപ്പോയി. അവൻ കന്നൂട്ടി കഴിഞ്ഞ് പോയതാണെന്ന് ചോദിച്ചിട്ട് അവൻ അതിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. കാരണം മഞ്ഞല്ലേ, ഫോറസ്റ്റുകാർ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ അവർ ഇവിടെ സ്ഥലത്തുണ്ട്. ഇതിനു മുമ്പ് കുറേ മുമ്പ് ആന വന്നിരുന്നു. ഇങ്ങനെ പുലിയൊന്നും വന്നതായിട്ട് ഞാൻ അറിയില്ല. അങ്ങനെയാണ് ജനങ്ങൾ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്നത്. കമൽ തുടരുന്നുണ്ട്. കമൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചോദിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട് ഇതിനു മുൻപ് ആനയൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കടുവയും പുലിയൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള പരിസര പ്രദേശങ്ങൾ മുമ്പും ഇത്രയ്ക്കുള്ള എന്തെങ്കിലും വന്യജീവി പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണോ, അതോ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? പൂജ, ഇത് വനത്തിൽ നിന്ന് ചുരുങ്ങിയത് 10 കിലോമീറ്ററെങ്കിലും ദൂരെയുള്ള ഒരു പ്രദേശമാണ്. വയനാടിൻ്റെ മധ്യഭാഗമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ. കണിയാമ്പറ്റ, പനമരം പഞ്ചായത്തുകളിലെ പച്ചിലക്കാട് എന്നുള്ള പ്രദേശം. അവിടെ മുൻപ് അത്തരത്തിലുള്ള വന്യജീവി പ്രശ്നങ്ങൾ, അതായത് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. കുരങ്ങ്, പന്നി തുടങ്ങിയ വന്യജീവി ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ കടുവയോ പുലിയോ ഒന്നും വന്നിട്ടുള്ള ഒരു മേഖലയല്ല. ഒരു തവണ ഒരു കാട്ടാനക്കൂട്ടം കാട്ടിൽ നിന്ന് ഇറങ്ങി ഈ വഴിക്ക് വരികയും അന്ന് അതിനെ തിരിച്ചോടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. അതല്ലാതെ ഇങ്ങനെ
കടുവയെയോ പുലിയെയോ ഒന്നും കണ്ട ഒരു മുൻപരിചയം നാട്ടുകാർക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു പരിചയവും ഈ പ്രദേശവാസികൾക്കില്ല.